യാ അല്ല, ഇന്ന് നമ്മൾ നിസ്സിൻ്റെ കൊറിയൻ റാമൻ കാർബണോരോ ക്രീമി വെജ്. ഇതിനകത്ത് ക്രീമുണ്ട്, ബട്ടറുണ്ട്, ചീസ്. ഇതെങ്ങനെ ഉണ്ടാക്കാം? അടിപൊളി സാധനമല്ലേ ഇത്. ചില്ലി മീറ്റർ നോക്കുമ്പോഴത്തേക്ക് അത് 2 ഉള്ളൂ കേട്ടോ, കുറവാണ്. പിന്നെ 5 സാധനമുണ്ട്. കഴിച്ചാൽ നിങ്ങൾ മൂലം പൂരാടമാകും. അപ്പോൾ ഈ സാധനം സൂപ്പർ സാധനമാണ്, കൊറിയൻ റാമൻ. നമ്മൾ ശ്രീരാമനല്ല, അതുകൊണ്ട് നമുക്കും കഴിക്കാൻ കേട്ടോ. ഇത് രാമനാണ്, രാമൻ. സോസി ഫ്ലാറ്റ് നൂഡിൽസ് വിത്ത് ചില്ലി ഓയിൽ. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് ഈ നൂഡിൽസ്. ഇതിനെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, എന്നിട്ട് പാകമാവ് വെള്ളം ഊറ്റിയെടുക്കണം. അതാണ് ശരിയായ രീതി. ഇതാണോ ഇതിൻ്റെ മസാല സീസണിങ് എന്ന് പറയും, സീസണിങ്. ആൻഡ് ടീസ്പൂൺസ് ഓഫ് വാട്ടർ. ഇതാദ്യം തിളച്ച വെള്ളത്തിൽ കലക്കി വയ്ക്കണം. പിന്നെ ചില്ലി ഓയിലാണ് ഈ സാധനം. ഇത് എരിവ് കൂടുതലാണ്. ഇത് ആവശ്യത്തിന് ഒഴിക്കുക, എരിയില്ലാത്തവർ. അല്ലാത്തവർ നല്ലപോലെ ഒഴിച്ചോളി. ഇതാണ് അതിൻ്റെ പൊടി. ഈ പൊടിയിൽ നമ്മൾ ചൂട് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അതിനെ തിളച്ച വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വെള്ളം ഇതിനകത്ത് വെട്ടി തിളയ്ക്കുകയാണ്. നമ്മൾ ഇതിപ്പോൾ നൂഡിൽസ് തട്ടും. നമുക്ക് നോക്കാം. ജിക്ക് യാത്രയാവുകയാണ്. നമ്മൾ ഇതുപോലെ 4 പൊട്ടിച്ചിട്ട വേഗം അത് വെന്ത് കിട്ടും. പിന്നെ നമ്മളിനെ ആ കലക്കി വെച്ച മസാലയിലേക്ക് ഇട്ടു. ഇതിൽ സ്വല്പം വെള്ളം കൂടിപ്പോയി, എന്നാലും അത് വലിച്ചെടുത്തോളും. വലിയ രുചി വ്യത്യാസം വരില്ല. ഇനി ഇതിൽ ഈ ചില്ലി ഓയിൽ നമ്മൾ ഒഴിക്കണം. നമ്മൾ ചില്ലി ഓയിൽ ഒഴിക്കുകയാണ്. കണ്ടാൽ ചുവച്ചതായിരിക്കുന്ന ചില്ലി ഓയിൽ. ഇത് നാളെയാണ് ഇതിൻ്റെ ഇഫക്റ്റ് കാണിക്കുക. അത്ര പ്രശ്നമൊന്നുമില്ല, നല്ല രുചിയാണ്. ഇങ്ങനെ ചില്ലി ഓയിൽ ഒഴിച്ചു. നല്ല എരിയില്ല. ഇതിൻ്റെ മീറ്റർ 2 കളറ് കുറവാണ്. നമ്മൾ മറ്റ് പരിപാടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നാളെ രാവിലെ വിവരമറിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിലൊരു പുഴുങ്ങിയ മുട്ട കൂടി ഇട്ട് വേണം നമ്മൾ തിന്നാൻ. അത് ഞാൻ മുട്ട പുഴുങ്ങാൻ എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുത്താൽ ഇത് സൂപ്പറാവും.